കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മേഘ. നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, എന്റെ വിജ്ഞാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഉദ്യോഗാർത്ഥികൾ, ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. പലപ്പോഴും നമുക്ക് കമന്റ് ബോക്സിലൊക്കെ ചോദിക്കാറുണ്ട്, എന്നാ ഇനി അടുത്ത KAS നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളതൊക്കെ. അപ്പോൾ KASന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലെ. 3 സ്ട്രീമുകളായിട്ട് ആണ് പരീക്ഷ നടക്കുന്നത്. കൃത്യമായി സിലബസ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിത്ത് ഡേറ്റ്. എന്നാണ് പ്രിലിമിനറി പരീക്ഷ നടക്കുക, എന്നാണ് മെയിൻസ് എക്സാം നടക്കുന്നത്, എന്നാണ് ഇന്റർവ്യൂ നടക്കുന്നത്, ഇങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ PSCക്ക് കൃത്യമായ ഒരു ഷെഡ്യൂൾ നമുക്ക് തന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? പഠിക്കുക. അപ്പോ ഏറ്റവും കൂടുതൽ ഇനി സംശയം വരുന്നത് ഇവിടെയാണ്, എങ്ങനെ പഠിക്കും, എന്തൊക്കെ പഠിക്കും? കാരണം എന്താണ്, സിലബസ് എന്ന് പറയുന്നതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. വളരെ വിശദമായ സിലബസ് ആണ്. PSC ഇത്രയും വിശദമായ സിലബസ് നമുക്കറിയാം. കഴിഞ്ഞ KASന്റെ എക്സാം തൊട്ടിട്ടാണ് PSC വളരെ വിശദമായിട്ട് സിലബസ് തരാൻ തുടങ്ങിയത്. അതിനുശേഷം വന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളിലെല്ലാം തന്നെ കാതലായ മാറ്റം വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ KAS എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾറൗണ്ട് എല്ലാ വിഷയങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത് എങ്ങനെ പഠിക്കും, എങ്ങനെ പഠിച്ചാൽ നമുക്കിത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്കിതിനെ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള, അതായത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട്, അല്ലെങ്കിൽ കൃത്യമായി പഠിച്ചാൽ ജോലിക്ക് കയറാൻ 99.9%, ബാക്കി 1% എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ എഫേർട്ട് നമ്മൾ 100% കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് KAS നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ബുക്ക് ലിസ്റ്റുകളാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ ജോഗ്രഫി ഉണ്ട്. ജോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്. എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിലോ ഇന്ത്യൻ ഇക്കോണമി ഉണ്ട്, കേരള ഇക്കോണമി ഉണ്ട്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് സയൻസ് ആൻഡ് ടെക്നോളജി. അതിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, വാട്ടർഷെഡ് മാനേജ്മെന്റ്, അങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ബയോഡൈവേഴ്സിറ്റി തുടങ്ങി അതിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മേഖലകൾ, സബ് ഏരിയാസ് കടന്നു വരുന്നു. അപ്പൊ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സിലബസ് ആണ് KAS നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ പഠിച്ചു തുടങ്ങാം, ഏതൊക്കെ ബുക്കുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം എന്ന് നോക്കാം. സോ ആദ്യം പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററി. സോ നമുക്കറിയാം ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നതിൽ തന്നെ ഏൻഷ്യന്റ് ഉണ്ട്, മിഡീവൽ ഉണ്ട്, മോഡേൺ ഉണ്ട് അല്ലെ. പിന്നെ വേൾഡ് ഹിസ്റ്ററിയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്, പിന്നെ കേരള ചരിത്രം. ഇത്രയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിന് ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. പക്ഷെ NCERTയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ക്ലാസ്സുകളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത് പെറുക്കിയെടുത്ത് അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് പണിയുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കാട്ടിലും നന്നായിട്ട് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് തമിഴ്നാട് ഗവൺമെന്റിന്റെ +1 +2 ടെക്സ്റ്റ് ബുക്കുകളാണ്. ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. അതിൽ കൃത്യമായിട്ടൊരു ഓർഡറിലാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. കാരണം ചരിത്രം എന്ന് പറഞ്ഞാൽ ക്രോണോളജിയാണ്. നമുക്ക് ക്രോണോളജി അറിഞ്ഞാൽ മാത്രമാണ് ചരിത്ര പഠനം വളരെ സുഗമമായി മുന്നോട്ട് പോകുള്ളൂ. പലരുടെയും പ്രശ്നം, ഇപ്പൊ ഗുപ്ത എംപയർ കേട്ടിട്ടുണ്ട്, മൗര്യ എംപയർ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഹർഷവർദ്ധന എവിടെ വരുന്നു, ഏത് എംപയറിൽ വരുന്നു, ആര് കഴിഞ്ഞിട്ടാണ് അശോകൻ വരുന്നത്, ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയ കാര്യങ്ങൾ പോലും കണക്ട് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്, ക്രോണോളജി കൃത്യമായിട്ട് മനസ്സിലാക്കി ചരിത്ര പഠനം കൂടുതൽ എളുപ്പമാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് തമിഴ്നാട് ഗവൺമെന്റിന്റെ +1 അതുപോലെ തന്നെ +2 ടെക്സ്റ്റ് ബുക്കുകൾ. ഓക്കെ. സോ അതിൽ ഏൻഷ്യന്റിൽ സ്റ്റാർട്ട് ചെയ്യും, മിഡീവൽ ഉണ്ട്, മോഡേൺ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. പിന്നെ അതിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് പ്രത്യേകിച്ച് സംഘം പീരീഡും അതുപോലെ തന്നെ ചേര, ചോള, പാണ്ഡ്യാസില് ചോളാസിനെയും പാണ്ഡ്യാസിനെയും കുറച്ച് കൂടുതലായിട്ട് അവിടെ പറയുന്നുണ്ട്. നമുക്ക് അത്രത്തോളം നോക്കണ്ട. ഓക്കെ. കാരണം അത് തമിഴ്നാടിന്റെ ടെക്സ്റ്റ് ബുക്ക് ആണല്ലോ, സ്വാഭാവികമായിട്ടും അവിടുത്തെ രാജവംശങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പ്രതിപാദിക്കും. നമുക്കറിയേണ്ടത് അതിന്റെ ഒരു കൾച്ചറൽ ആസ്പെക്ട്സ് ആണ്. ഓക്കെ. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കൾച്ചറൽ ആസ്പെക്ട്സ്. പിന്നെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് +1, അതായത് NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇന്ത്യൻ ആർട്ട് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഇന്ത്യൻ ആർട്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ കൾച്ചറൽ എലിമെന്റ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഉദാഹരണം പറയാം. ഇപ്പോ ബിംബേഡ്ക പെയിന്റിങ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ബിംബേഡ്ക പെയിന്റിങ്സിന്റെ ചിത്രങ്ങൾ സഹിതം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോധിസത്വാസ്, നമുക്ക് ഹിസ്റ്ററി പഠിക്കുമ്പോൾ, ഏൻഷ്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഫിലോസഫി ഒക്കെ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ബോധിസത്വാസ്. പത്മവാണി ബോധിസത്വ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ബോധിസത്വാസ് ഉണ്ട്. ഇപ്പൊ ഇവരുടെ ചിത്രങ്ങള്, അതിൽ നിന്ന് കൃത്യമായ ഡീറ്റെയിൽസ്, ഇതൊക്കെ UPSC എക്സാമിന് പഠിക്കുന്നവർ കൃത്യമായി പഠിക്കുന്ന സോഴ്സ് ആണ്.
സോ KS പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിലവാരത്തിൽ തന്നെ പഠിക്കണം. അതിന് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബുക്കാണ് NCERTയുടെ ഇന്ത്യൻ ആർട്ട് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്. NCERT പബ്ലിഷ് ചെയ്യുന്ന +1 ഇന്ത്യൻ ആർട്ട്. ഓക്കെ, സോ ഇതിലാണ് നമ്മൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് കവർ ചെയ്യാം. ഇതല്ലാതെയും ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബുക്ക് കിട്ടാനൊന്നും പന്നില്ല. പക്ഷെ നമുക്ക് വേണ്ടത് പരീക്ഷയ്ക്ക് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ നമ്മളെ സഹായിക്കുക. രണ്ടാമത് റിവിഷൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പുസ്തകങ്ങളായിരിക്കണം. അല്ലാതെ നമ്മൾ ഒരു ലൈബ്രറി തുടങ്ങാനുള്ള പുസ്തകങ്ങൾ മുഴുവനും വാങ്ങിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒറ്റ റാങ്ക് ഫയലായിട്ട് വാങ്ങാം, അതിലും കാര്യമില്ല. അപ്പൊ എപ്പോഴും ഏറ്റവും ബേസിക് ആയ ടെക്സ്റ്റുകളിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. സോ അതിന് നമുക്ക് ഇന്ത്യൻ ആർട്ട് എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ കംസ് കേരള ഹിസ്റ്ററി. കേരള ഹിസ്റ്ററിക്ക് ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം എന്ന് പറയുന്നത് ശ്രീധര മേനോന്റെ കേരള ചരിത്രം തന്നെയാണ്. കേരള ചരിത്രം എന്ന് പറയുന്ന ശ്രീധര മേനോന്റെ ബുക്ക് തന്നെ കേരള ഹിസ്റ്ററിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കേരള ചരിത്രത്തെ കുറിച്ച് SCERTയിലും SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ +1 +2 വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അതും സെലക്റ്റീവ് റീഡിങ് നടത്തുക എന്നുള്ളതാണ്. പലപ്പോഴും ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കുക എന്നുള്ളതല്ല. ഈ സിലബസ് ഉണ്ടല്ലോ, സിലബസ് ഹാർഡ് കോപ്പി എടുക്കുക, പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ ഈ സിലബസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓക്കെ ഈ പുസ്തകത്തിൽ ഇന്ന കാര്യങ്ങളാണ് എനിക്ക് പഠിക്കാനുള്ളത്. അല്ലാതെ ഒരു പുസ്തകം ഇറക്കുന്നത് KS പഠിക്കാൻ വേണ്ടി മാത്രമല്ല, അത് ആ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് പഠിക്കാനുള്ളതാണ്. നമുക്ക് എന്താണ് അതിൽ ആവശ്യമുള്ളത് എന്ന് നമ്മളെ നയിക്കുന്നത് എന്താണ്? യെസ്, തീർച്ചയായിട്ടും ആ ഒരു സിലബസ് ആണ്. സോ സിലബസ് ആണ് നമ്മളുടെ ഡയറക്ഷൻ, നമുക്കൊരു ഗൈഡിങ് ലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ കേരള ചരിത്രം അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും പഠിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ചരിത്രത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? പിന്നെ നമുക്ക് പോകാനുള്ളതാണ് ജോഗ്രഫി. ഇന്ത്യൻ ജോഗ്രഫി, അതുപോലെ കേരള ജോഗ്രഫി, പിന്നെ വേൾഡ് ജോഗ്രഫിയെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഇതില് ഇന്ത്യൻ ജോഗ്രഫിക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് ഇന്ത്യൻ ക്ലൈമറ്റിനെ കുറിച്ച് അറിയണം, ഇന്ത്യൻ റിവർ സിസ്റ്റത്തെ കുറിച്ച് അറിയണം, അല്ലെ? ഇത് വളരെ ബേസിക് ആണ്. ഇതൊക്കെ ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്നത് 9th NCERT ടെക്സ്റ്റ് ബുക്കാണ്. സോ ജോഗ്രഫിക്ക് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഏറ്റവും ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് 9th NCERT ടെക്സ്റ്റ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ +1 +2 NCERT ടെക്സ്റ്റുകളുണ്ട്. +1 +2 NCERT ടെക്സ്റ്റ്. അതിലൊരു ടെക്സ്റ്റ് ഇന്ത്യൻ ജോഗ്രഫിയുടെ ടെക്സ്റ്റും ഒരു ടെക്സ്റ്റ് വേൾഡ് ജോഗ്രഫിയാണ്. അതായത് അറ്റ്മോസ്ഫിയർ, പിന്നെ അതുപോലെ ഓഷ്യൻ കറന്റ്സ്, പിന്നെ എർത്തിന്റെ ഇന്നർ ലേയേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ജോഗ്രഫിയിൽ വരുന്നത്. അപ്പൊ ഈ 2 പുസ്തകങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതിന്റെ കൂടെ പാരലൽ ആയിട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ് അറ്റ്ലസ്. അറ്റ്ലസ് ഇല്ലാതെ ജോഗ്രഫി പഠനം പൂർണ്ണമാവില്ല. അതുകൊണ്ട് അറ്റ്ലസ് വേണം. ഇനി ഏത് അറ്റ്ലസ് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സ്ഫോർഡിന്റെ സ്റ്റുഡന്റ് അറ്റ്ലസ് ആണ് ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു അറ്റ്ലസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഓക്സ്ഫോർഡിന്റെ സ്റ്റുഡന്റ് അറ്റ്ലസ് യൂസ് ചെയ്യാം. ഓക്സ്ഫോർഡിന്റെ സ്റ്റുഡന്റ് അറ്റ്ലസ്. സോ ജോഗ്രഫിയുടെ പഠനത്തിന് ബേസിക് ആയിട്ട് വേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ വേൾഡ് ജോഗ്രഫി പഠിക്കുമ്പോഴും ഒക്കെ അറ്റ്ലസ് കൃത്യമായിട്ട് എടുത്തു വെച്ച് കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. പിന്നെ നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റ്ലസ് നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് പഠിക്കാം. ഇനി കേരള ജോഗ്രഫി. കേരള ജോഗ്രഫി എന്ന് പറയുന്നത് SCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് SCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. പിന്നെ നമുക്കറിയാം കേരള ജോഗ്രഫിയെ കുറിച്ച് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് പബ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെന്റിന്റെ പബ്ലിക്കേഷൻസ് ഉണ്ട്. ഗവൺമെന്റിന്റെ പബ്ലിക്കേഷൻസ് ഗവൺമെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും, കേരള ഗവൺമെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിരിക്കണം നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ്. നമുക്ക് ഇതിൽ വരുന്ന ഒരുപാട് വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് വസ്തുതകൾ, പിന്നെ ഇന്ത്യൻ സിനിമയുമായി ബന്ധപ്പെട്ട, കേരള സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മറ്റ് കൾച്ചർ റിച്വൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ സാംസ്കാരികം എന്ന് പറയുന്ന മേഖല, ഇതൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പത്രം, ജോഗ്രഫി നമ്മൾ പറഞ്ഞു, ഇത്തരത്തില് ഓക്സ്ഫോർഡ് സ്റ്റുഡന്റ് അറ്റ്ലസിനെ ആധികാരികമാക്കിക്കൊണ്ട് വേണം ജോഗ്രഫി പഠനം മുന്നോട്ട് പോകാനായിട്ട്. കേരള ജോഗ്രഫി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിന്റെ ഒരു ഭൂവ്യവസ്ഥിതിയെ കുറിച്ച് പൊതുവായൊരു ധാരണ ഉണ്ടായിരിക്കണം. അതിന് നിങ്ങൾക്ക് പത്രങ്ങളിൽ വരുന്ന വാർത്തകളും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ഗവൺമെന്റ് വെബ്സൈറ്റ്സ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ജില്ലകളുടെ, നമുക്കറിയാലോ മിഡ്ലാൻഡ്, ലോലാൻഡ്, കോസ്റ്റൽ ഏരിയ, അതിന്റെ ഒരു കിടപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയണം. അപ്പോൾ കേരള ജോഗ്രഫിയെ കുറിച്ച് കുറച്ചും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ്സ് തന്നെയാണ് അതിനുള്ളൊരു ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത്, സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുക കേട്ടോ കേരള ജോഗ്രഫിക്ക്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് പോളിറ്റി. പോളിറ്റിക്ക് നമുക്ക് +1
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. വളരെ വളരെ ഭംഗിയുള്ള ഭാഷയിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതിൽ കൃത്യമായി ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി തുടങ്ങിയിട്ടുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലോക്സഭ, രാജ്യസഭ, നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന പോളിറ്റിയുടെ ടെക്സ്റ്റിൽ കവർ ചെയ്യുന്നുണ്ട്. +1 NCERT ആണ് കേട്ടോ. പോളിറ്റിക്ക് +1 NCERT ടെക്സ്റ്റ്. പോളിറ്റിക്ക് NCERTയിൽ ഏകദേശം 2 ടെക്സ്റ്റ് ഉണ്ട്. അതിലൊന്ന് പോളിറ്റിയുടെ ഒരു ഫിലോസഫി പറയുന്ന ടെക്സ്റ്റ് ആണ്. ഓക്കെ, അതിനെക്കാട്ടിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എന്താണ്? ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ്. പിന്നെ പോളിറ്റിക്ക് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ലക്ഷ്മികാന്ത്. ഓക്കെ, ഇന്ത്യൻ പോളിറ്റി ബൈ ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന ടെക്സ്റ്റ്. സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ആണ് ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ്. ലക്ഷ്മികാന്ത്. അതേപോലെ ഗവേണൻസിനും നമുക്ക് ലക്ഷ്മികാന്തിന്റെ ഗവേണൻസിന്റെ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഗവേണൻസിനും എന്ത് ചെയ്യുക? ലക്ഷ്മികാന്തിന്റെ ഗവേണൻസിന്റെ ടെക്സ്റ്റ്, സോഷ്യൽ ജസ്റ്റിസ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അതിൽ കവർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലക്ഷ്മികാന്തിന്റെ തന്നെ ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഗവേണൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇതാണ് പോളിറ്റിയെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ന്യൂസ് പേപ്പർ എല്ലാ വിഷയങ്ങൾക്കും ബാധകമാണ്. കാരണം പോളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ന്യൂസ് പേപ്പറിൽ വരുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് പോയാൽ ഉണ്ടാവുക. ഓക്കെ, അതായത് മെയിൻസ് എഴുതുമ്പോൾ വെറുതെ കാണാപ്പാഠം പഠിച്ചിട്ട് അത് അതുപോലെ എഴുതി വെക്കലല്ല മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. KS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ എന്നതുകൊണ്ട് നിങ്ങളിൽ നിന്നും ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? നിങ്ങളൊരു പോളിസി മേക്കർ ആവണം. അതായത് നയ രൂപീകരണത്തിൽ ഏറ്റവും കാതലായ പങ്ക് വഹിക്കാനുള്ള ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയാവുക എന്ന് പറയുന്ന വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് KS എന്ന് പറയുന്ന ഒരു ജോലി നമുക്ക് നൽകുന്നത്. സോ അതിനനുസരിച്ചിട്ട് ഡിസിഷൻ മേക്കിങ്ങിൽ തീരുമാനമെടുക്കാൻ കെൽപ്പുള്ളവരെയാണ് സെലക്ട് ചെയ്യാം. അതുകൊണ്ട് ആ ഒരു എക്സാം എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളുടേതായ ഒരു അഭിപ്രായം രൂപീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിന് എന്ത് വേണം? പത്രം വായിക്കണം. പത്രം വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും സ്വന്തമായ ആ കാര്യങ്ങളിൽ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുക കൂടി ചെയ്താൽ മാത്രമേ ഈ ഒരു എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ഇതൊക്കെ നമുക്ക് എന്താണ്? പ്രാക്ടീസിലൂടെ നേടിയെടുക്കാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഓരോ കാര്യങ്ങളെ ബ്രെയിൻ സ്റ്റോം ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് പഠിക്കണം. ഒരു കാര്യത്തിന് നമ്മൾ ഒരു ആൻസർ എഴുതുന്ന സമയത്ത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് മെയിൻസിന് ആൻസർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഓക്കെ, ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നതാണ്. സോ പോളിറ്റി പറഞ്ഞു. അടുത്ത് പറയാൻ പോകുന്ന ഏതാണ്? യെസ്, സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സബ് ടോപ്പിക്സ് ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ശങ്കർ IASന്റെ ശങ്കർ IASന്റെ ടെക്സ്റ്റ് ബുക്ക് വളരെ ആധികാരികമായിട്ടുള്ള ടെക്സ്റ്റ് ആണ്. ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരുപാട് റിപ്പോർട്ട്സ് കറണ്ട് അഫയേഴ്സിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് അല്ലേ? അപ്പൊ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം. പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് അറിയണം. അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യണം. ഓക്കെ, പിന്നെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകളിൽ നിന്നും പ്രത്യേകിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദുരന്ത നിവാരണം. കാരണം കേരളം എന്ന് പറയുന്നത് പ്രോൺ ടു ലാൻഡ് സ്ലൈഡ്സ് ആണ്, ഫ്ലഡ്, ഇതിനൊക്കെ പ്രോൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി എങ്ങനെയാണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ, അതിന് എന്തൊക്കെ പദ്ധതികളുണ്ട്, ആ പദ്ധതികളിലൂടെ ഗവൺമെന്റ് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിനേക്കാളും കൂടുതലായിട്ട് ഗവൺമെന്റ് പുറത്തിറക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ബേസിക് ആയിട്ട് ശങ്കർ IASന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞു, ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിലല്ല കറണ്ട് അഫയേഴ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. എപ്പോഴും അതിനൊരു കൺസെപ്ച്വൽ ലെവലില് കാര്യങ്ങൾ മനസ്സിലാക്കി വൈ, വാട്ട് ആൻഡ് ഹൗ, ഈ കാര്യങ്ങൾ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ പഠനത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് വരുന്നത് എക്കണോമിക്സ്. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് അധികം മനസ്സിലാവാത്ത, എന്നാൽ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ എക്കണോമിക്സ് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് എക്കണോമിക് ടേംസ്, പലർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എക്കണോമിക്കിലെ ടേംസ് മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ അറിയണം. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഇപ്പൊ കേരള ഗവൺമെന്റ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാം. ഇന്ത്യ ഗവൺമെന്റ് ബഡ്ജറ്റ് ഉണ്ടല്ലോ. ഈ ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ കേരള ഇക്കോണമി എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, എന്തൊക്കെ ചാലഞ്ചസ് നേരിടുന്നുണ്ട്, അതിന് ഗവൺമെന്റിന് എങ്ങനെയൊക്കെ അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ ഇന്ത്യ ഗവൺമെന്റിന് മൊത്തത്തിൽ എന്താണ് നമ്മുടെ വരുമാന സ്രോതസ്സുകൾ, എന്താണ്, എങ്ങനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചറിനെ മാനേജ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ അറിയാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അല്ലാതെ റോക്കറ്റ് സയൻസ് ഒന്നല്ല, ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിൽ ഈ കാര്യങ്ങൾ അറിയണം. അതുകൊണ്ട് തന്നെ കേരള ഇക്കോണമി എന്ന് പറയുന്നത്, അതുപോലെ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്സ്റ്റ് ആണ് ഇത്, കീ കൺസെപ്റ്റ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി ബൈ ശങ്കർ ഗണേഷ്. എന്താണ് കീ കൺസെപ്റ്റ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി? കീ കൺസെപ്റ്റ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി ബൈ ശങ്കർ ഗണേഷ്. ശങ്കർ ഗണേഷിന്റെ ടെക്സ്റ്റ് കേട്ടോ. ഇതിനൊക്കെ ഇപ്പോൾ രമേശ് സിംഗിന്റെ ബുക്കൊക്കെ ഉണ്ട് എക്കണോമിക്സിന്. പക്ഷെ അതിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര വലിയ പുസ്തകങ്ങളാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ പുസ്തകങ്ങൾ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ പഠിക്കാൻ തോന്നില്ല. പക്ഷേ ഈ ശങ്കർ ഗണേശിന്റെ ബുക്ക് എന്നൊക്കെ പറയുന്നത് കമ്പാരിറ്റീവ്ലി ചെറുതാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ എംപ്ലോയ്മെന്റിന് വേണ്ടി കൃത്യമായ ചാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, മോണിറ്ററി പോളിസിയെ കുറിച്ചിട്ട്, അതായത് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഇൻകം, ഓക്കെ, പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഇൻഡെക്സുകളെ കുറിച്ച് അല്ലെ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഡിഫറെന്റ് ഇൻഡെക്സുകൾ ഉണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശങ്കർ ഗണേശിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്ലസ് 1 NCERT ടെക്സ്റ്റ് ബുക്ക് ഏതാണ്? ഇന്ത്യൻ ഇക്കോണമി അറ്റ് ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന +1 NCERT ടെക്സ്റ്റ് വളരെ ആധികാരികമായ ഗ്രന്ഥമാണ്. ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് എന്തിനു യൂസ് ചെയ്യാൻ പറ്റും? എക്കണോമിക്സിന് ബേസിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിലാണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അതായത് ബ്രിട്ടീഷുകാരുടെ മുന്നേ പ്രീ ബ്രിട്ടീഷ് ഈറയിൽ എങ്ങനെയായിരുന്നു, ബ്രിട്ടീഷ് ഈറയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, പോസ്റ്റ് ബ്രിട്ടീഷ് ഈറയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, ഓക്കെ, പിന്നെ ഇന്ന് കാണുന്ന രീതിയിൽ ഇപ്പൊ മിക്സഡ് ഇക്കോണമി ഇന്ത്യ മിക്സഡ് ഇക്കോണമി സ്വീകരിക്കാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുശേഷം ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അഥവാ LPG റിഫോംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്, ഇന്ന് എന്താണ് ഇന്ത്യൻ ഇക്കോണമി എത്തി നിൽക്കുന്ന പ്രസന്റ് സിറ്റുവേഷൻ, ആ ഒരു കറന്റ് സിനാരിയോ. സോ ഈ കാര്യങ്ങളൊക്കെ എന്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന +1 NCERT ടെക്സ്റ്റിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ഓവർവ്യൂ കൃത്യമായിട്ട് ഇവിടുന്ന് കിട്ടും. അപ്പൊ എക്കണോമിക്സ് ഓക്കെ ആയില്ലേ? കേരള ഇക്കോണമിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആധികാരികമായ ഗ്രന്ഥം എന്ന് പറഞ്ഞ് നമുക്ക് ഒറ്റ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് പറയാൻ പറ്റില്ല. മാർക്കറ്റിൽ പല ബുക്സും അവൈലബിൾ ആണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട സോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആസൂത്രണ ബോർഡ് ഉണ്ട് കേരളത്തിന്, ശരിയല്ലേ? കേരള ആസൂത്രണ ബോർഡ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ആസൂത്രണ ബോർഡിന് വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് റിപ്പോർട്ടുകൾ കിടക്കുന്നത് കാണാം. ഒരുപാട് വിഷയങ്ങളെ കുറിച്ച്, കേരള ഇക്കോണമിയുമായി ബന്ധപ്പെട്ട വിവിധ തീംസിനെ കുറിച്ച്, വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ, ആധികാരികമായ റിപ്പോർട്ടുകൾ, റിവ്യൂസ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് പല ഫാക്ട്സും ഫിഗേഴ്സും, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കേരള ഇക്കോണമിക്ക് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് പ്ലാനിംഗ് ബോർഡിന്റെ, കേരള ആസൂത്രണ ബോർഡിന്റെ വെബ്സൈറ്റ് ആണ്. അതിൽ നിന്നുള്ള മെറ്റീരിയൽസ് ആണ്. പിന്നെ കേരള ബഡ്ജറ്റ്, പിന്നെ ന്യൂസ് പേപ്പേഴ്സിൽ വരുന്ന പദ്ധതികൾ അല്ലെ, ഇപ്പൊ മുഖ്യമന്ത്രി ഇന്ന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു, അല്ലെങ്കിൽ നവകേരള മിഷൻ, നമ്മൾ വളരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എല്ലായിടത്തും നമ്മൾ കേൾക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട് അല്ലെ. ഇപ്പൊ ആർദ്രം പദ്ധതി എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ്, ആരോഗ്യകിരണം പദ്ധതി, ഹരിത കേരളം പദ്ധതി. സോ ഇതിനൊക്കെ എന്താണ്, വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റുകളിൽ പോയി അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് കോമ്പണൻസ് പറയും. ഇപ്പൊ ഹരിത കേരളം മിഷൻ ആണെങ്കിൽ അതിന് തന്നെ കുറെ സബ് കോമ്പണൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എവിടുന്നാ കിട്ടുക? ഇതൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ടേ. ഇതിനൊക്കെ വെബ്സൈറ്റ് ഉണ്ട് ഗവൺമെന്റിന്റെ. ആ വെബ്സൈറ്റിൽ പോയിട്ട് വേണം നോട്ടുകൾ തയ്യാറാക്കാൻ. കാരണം അതാണ് ആധികാരികമായിട്ടുള്ളത്. മറ്റതൊക്കെ പ്രൈവറ്റ് പാർട്ടീസ് ഉണ്ടാക്കുന്നതല്ലേ. നിങ്ങൾ ഇപ്പോഴും ഗവൺമെന്റ് സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ ഇതാണ് എക്കണോമിക്സിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം എക്കണോമിക്സ് പലപ്പോഴും ഒരു പ്രശ്നം സൃഷ്ടിക്കാറുണ്ട്. കാരണം എക്കണോമിക്ക് ബുക്കുകൾ അത്ര അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ അതിനുള്ള സോഴ്സും എങ്ങനെ അത് ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ന്യൂസ് പേപ്പർ നന്നായിട്ട് വായിക്കുക. ന്യൂസ് പേപ്പർ വായിക്കാതെ നിങ്ങൾക്ക് രക്ഷയില്ല. KS കിട്ടണോ? ന്യൂസ് പേപ്പർ നന്നായിട്ട് വായിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, ദെൻ എക്കണോമിക്സ് പറഞ്ഞു, പോളിറ്റി പറഞ്ഞു അല്ലേ, ജോഗ്രഫി, സയൻസ് ആൻഡ് ടെക്നോളജി, ഒരുവിധം എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്.
പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് നിങ്ങൾക്ക് സ്പെക്ട്രത്തിന്റെ ബുക്ക്, മോഡേൺ ഹിസ്റ്ററിക്ക് നിങ്ങൾക്ക് സ്പെക്ട്രത്തിന്റെ ബുക്ക് യൂസ് ചെയ്യാം. മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന സ്പെക്ട്രത്തിന്റെ ബുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ബിപിൻ ചന്ദ്ര. ഇതിൽ ഏതെങ്കിലും ഒരു ബുക്ക് ഡിപ്പെൻഡ് ചെയ്താൽ മതി. കാരണം ഇതെല്ലാം കൂടിയിട്ട് പഠിക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ബുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെക്ട്രമാണ് പറ്റുന്നതെങ്കിൽ സ്പെക്ട്രം ഡിപ്പെൻഡ് ചെയ്യാം. അതല്ല ബിപിൻ ചന്ദ്രയാണ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ വേണം. ഇത്രയാണ് ബേസിക് സബ്ജക്റ്റുകൾ. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ കാര്യം പറയുന്നത്. ഇത്രയുമാണ് ഏറ്റവും കോർ സബ്ജക്റ്റുകളായിട്ട് വരുന്നത്. സോ ഈ വിഷയങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി സമീപിക്കണം. മനസ്സിലാക്കി സമീപിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? സിലബസ്. കൃത്യമായി തന്നിട്ടുണ്ട് സിലബസ്. ആ സിലബസ് വെച്ചുകൊണ്ട് വേണം പഠനത്തെ ക്രമീകരിക്കാനായിട്ട്. അപ്പൊ ഈ പുസ്തകങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഇതിന്റെ ആധികാരികത ഉള്ള ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ ഒരു ബ്യൂറോക്രാറ്റ് ആവാൻ പോകുന്ന, ഒരു പോളിസി മേക്കർ ആവാൻ പോകുന്ന, ഒരു പോളിസി ചേഞ്ചർ ആവാൻ പോകുന്ന ആളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അത്രയും ഉത്തരവാദിത്തമുള്ള ജോലിയിലേക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഫസ്റ്റ് യു ഷുഡ് ബി എ ഡിസേർവിംഗ് കാൻഡിഡേറ്റ്. ഓക്കെ, നിങ്ങൾ അതിന് അർഹത നേടുക. ഒരു ഉദ്യോഗാർത്ഥി, ഒരു KS ഉദ്യോഗാർത്ഥി ആവാനുള്ള ഒരു അർഹത അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ പ്രിപ്പറേഷനെ ഉയർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങൾ നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യും. സോ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ യോജന, വളരെ ഗവൺമെന്റിന്, ഇന്ത്യ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്ന യോജന എന്ന് പറയുന്ന പുസ്തകമുണ്ട്. യോജന, അതുപോലെ കുരുക്ഷേത്ര. ഈ യോജന, കുരുക്ഷേത്രയൊക്കെ നിങ്ങൾക്ക് അതിന്റെ വേർഷൻസ്, ഓക്കെ, വെർച്വൽ വേർഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്താണ് വെബ്സൈറ്റിൽ, യോജനയുടെ വെബ്സൈറ്റിലും കുരുക്ഷേത്രയുടെ വെബ്സൈറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. സോ അത് ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ സിലബസിൽ പറയുന്ന ടോപ്പിക്സ് അതിൽ ഏത് യോജനയിലാണുള്ളത് ആ യോജനയുടെ ലക്കമെടുത്ത് അതിൽ നിന്നും സെലക്റ്റീവ് ആയിട്ട് പഠിക്കുക. മനസ്സിലായോ? സോ ഇവിടെ എന്ത് പഠിക്കണം, ഏത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് വിഷയം. ഓക്കെ, അപ്പൊ ഇതിന് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ കൃത്യമായി KSന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട്. അതിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ടീം തന്നെ ഇവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയോട് കൂട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തെ നിങ്ങളുടെ കൈക്കുമ്പിൾ, നിങ്ങൾക്ക് സർക്കാർ സർവീസിൽ, കേരള സർവീസിൽ അല്ലെ, തിളക്കമാർന്ന വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് എത്താനുള്ള ഒരു അവസരമാണ്. ആ അവസരത്തെ ഒരു കാരണവശാലും കയ്യിൽ നിന്നും മിസ്സാക്കാതിരിക്കുക. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ താങ്ക് യു.